കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രോഗ്രാമിന്റെ ഫ്ലോ നോക്കിയല്ലേ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യാന്ന്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫ്ലെക്സ് പെൻഡന്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു റോബോട്ടിന്റെ ടീച്ച് പെൻഡന്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ഇവിടെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ കൺട്രോളറിൽ പോയി ഫ്ലെക്സ് പെൻഡന്റ് ഓപ്പൺ ചെയ്തു. ഇതെന്റെ IRC5 കൺട്രോളറാണ്. ഓക്കെ, സോ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് കഴിഞ്ഞ പാർട്ടുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു IRC5 കൺട്രോളർ ഉള്ള ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ എൻ്റെ പെൻഡന്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു UI ആണ് കിട്ടുക. ഇതിന്റെ പെൻഡന്റ് ആണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഫിസിക്കൽ പെൻഡന്റും ഉണ്ടായിരിക്കുക. സോ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്കിവിടെ കാണാം മേലെ ഓട്ടോ എന്ന് കാണുന്നു, മോട്രോൺ എന്ന് കാണുന്നു, ഡെസ്ക്ടോപ്പ് 3N6J1VC എന്ന് കാണുന്നു, സ്റ്റോപ്ഡ് സ്പീഡ് 100% കാണുന്നു. ഓക്കെ, സോ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓട്ടോ എന്ന് പറയുന്നത് ഇപ്പൊ കറന്റ് എൻ്റെ കൺട്രോളർ ഓട്ടോ മോഡിലാണ്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മാനുവൽ മോഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു ഡയലോഗ് ബോക്സ് ചെറിയൊരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും കൺട്രോൾ പാനലിന്റെ. ഓക്കെ, സെലക്ട് ചെയ്യുക. ഇതിന്റെ നടുക്കിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഓട്ടോ മോഡ്, മിഡിലുള്ളത് മാനുവൽ, റൈറ്റ് സൈഡിലുള്ളത് മാനുവൽ 100%. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ മാനുവൽ മോഡ് സെലക്ട് ചെയ്യുന്നു. സോ ബേസിക്കലി ഇപ്പോൾ മാനുവലായി ഇവിടെ ഗാർഡ് സ്റ്റോപ്പ് എന്നുള്ള ഒരു സിമ്പിൾ കാണിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ മോട്ടർ പോകണല്ല, അല്ലെങ്കിൽ ഡെഡ് മാൻ സ്വിച്ച് ഇപ്പോൾ എനബിൾഡ് സ്റ്റേറ്റിലല്ല. ഓക്കെ, ഇത് ഇതിന്റെ നമ്മുടെ ടീച്ച് പെൻഡന്റിന്റെ യൂസർ നെയിം ആണ്. ഇവിടെ പ്രോഗ്രാമിന്റെ സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്, അതായത് സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇവിടെ മെനു ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഈ മെനുവില് ഞാനിപ്പോൾ തൽക്കാലം പ്രോഗ്രാം എഡിറ്റർ സെലക്ട് ചെയ്യുന്നു. ഇവിടെയാണ് എൻ്റെ എല്ലാ പ്രോഗ്രാംസും ഫോൾഡേഴ്സും ഉണ്ടായിരിക്കുക. കണ്ടോ, പ്രൊസീജിയർ മെയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് ഇൻബിൽഡ് ആയിരിക്കും. പ്രൊസീജിയർ മെയിൻ ഇൻബിൽഡ് ആയിരിക്കും. ഇവിടെ നോക്കിയാൽ മൊഡ്യൂള് എന്ന് കാണാം. ഇവിടെ ടാസ്ക് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ ടി റോബ് 1 എന്ന് കാണാം. ഇത് ഇൻബിൽഡ് ആയിട്ട് എല്ലാ റോബോട്ടിലും ഇത് ഇൻബിൽഡ് ആയിരിക്കും. ഓക്കെ, അതിൽ ഞാൻ ഷോ മൊഡ്യൂൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ മൊഡ്യൂൾ 1 ഇൻബിൽഡ് ആയിട്ട് ഓൾറെഡി ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഷോ മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം മെയിനിലോട്ട് പോയി എനിക്ക് ഇവിടെ പ്രോഗ്രാം ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ഇൻസ്ട്രക്ഷനിൽ പോയി കഴിഞ്ഞാൽ മൂവ് ചെയ്യും, മൂലെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു പുതിയൊരു മൊഡ്യൂള് ക്രിയേറ്റ് ചെയ്ത് അതിൽ നമുക്ക് ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ. സോ മൊഡ്യൂൾ എന്താണെന്ന്, റുട്ടീൻ എന്താണെന്ന്, ടാസ്ക് എന്താണെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ എൻ്റെ ടാസ്ക് സെലക്ട് ചെയ്യുന്നു. അതിൽ ഞാൻ ഫയലിലോട്ട് പോകുന്നു. ഓക്കെ, ഫയലിൽ പോയി കഴിഞ്ഞാൽ ന്യൂ മൊഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ന്യൂ മൊഡ്യൂൾ സെലക്ട് ചെയ്യണം. ബൈ ആഡിങ് എ ന്യൂ മൊഡ്യൂൾ യു വിൽ ബി ലൂസ് പ്രോഗ്രാം പോയിന്റർ. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ? യെസ് കൊടുക്കുക. സോ എനിക്ക് ഇവിടെ പേര് കൊടുക്കാൻ പറ്റും. ഞാൻ തൽക്കാലം ഇപ്പോൾ ഇവിടെ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാണ്. ഇത് ചോദിക്കും നിങ്ങൾക്ക് പ്രോഗ്രാം മൊഡ്യൂൾ ആണോ സിസ്റ്റം മൊഡ്യൂൾ ആണോ. സോ ഇപ്പൊ എനിക്ക് മോഷൻ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, സോ ഞാൻ അതുകൊണ്ട് പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. കണ്ടോ, എനിക്കിവിടെ പുതിയ മൊഡ്യൂള് 2 ക്രിയേറ്റ് ആയി. അപ്പോൾ ടാസ്ക് ആദ്യം ഇവിടെ ഓൾറെഡി ഉണ്ട്. ആ ടാസ്കിന്റെ ഉള്ളിലാണ് മൊഡ്യൂൾ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മൊഡ്യൂളിന്റെ ഉള്ളിൽ റുട്ടീൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലെ, പ്രോഗ്രാം ഫ്ലോ ക്രിയേറ്റ് ചെയ്യേണ്ട എനിക്ക്. സോ അതിന് ഞാൻ ആ മൊഡ്യൂൾ ഓപ്പൺ ചെയ്തു, റുട്ടീൻസിലോട്ട് പോയി. അപ്പൊ എനിക്കിവിടെ ന്യൂ റുട്ടീൻസ് ആണല്ലോ കാണിക്കുന്നത്. ഫയലിലോട്ട് പോകുന്നു, ന്യൂ റുട്ടീൻ സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ട പ്രൊസീജിയർ ഞാൻ ഇനി പേര് കൊടുക്കുന്നു. ഞാനിപ്പോൾ കൊടുക്കുന്നത് ഒരു പിക് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ ടൈപ്പ് എന്താണ്, പ്രൊസീജിയർ ആണ്. ഇവിടെയാണ് ഫംഗ്ഷൻ ട്രാപ്പ്. ഇത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എന്താണ് ഫംഗ്ഷനും എന്താണ് ട്രാപ്പ് എന്നും. ഞാനിപ്പോൾ അതിന്റെ കാറ്റഗറിയിൽ പ്രൊസീജിയർ കൊടുക്കുന്നു. പാരാമീറ്റേഴ്സ് ആണ് ഏത് മൊഡ്യൂളാണ് ഡിഫൈൻ ചെയ്യുന്നത്, മൊഡ്യൂൾ 2 കൊടുക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പൊ എന്റെ റുട്ടീൻ ഇവിടെ ക്രിയേറ്റ് ആയി. സോ ഷോ റുട്ടീൻ. സോ ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു പാർട്ട് പിക്ക് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു റുട്ടീനിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. സോ അതിനാദ്യം ഇവിടെ SMT എന്നുള്ള പറയുന്നത് സെലക്ട് ചെയ്യുന്നു. ഡീബഗിലോട്ട് പോകുന്നു. PP അതായത് പ്രോഗ്രാം പോയിന്റർ ടു റുട്ടീൻ. നിങ്ങൾക്കൊരു പ്രോഗ്രാം ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രോഗ്രാം പോയിന്റർ ഈ ഒരു ലൈനിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ PP2 മെയിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെയിൻ പ്രോഗ്രാമിലോട്ട് പോകും. അതായത് ഓട്ടോ മോഡിൽ നിങ്ങൾ റൺ ചെയ്യേണ്ട പ്രോഗ്രാമിലോട്ട് പോകും. PP2 കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ഇത് കണ്ടോ, ഈ ഒരു ബ്ലൂ പാർട്ടിനെയാണ് നമ്മളൊരു ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ബ്ലൂ പാർട്ടിനെയാണ് PP2 കേഴ്സർ, അല്ലെങ്കിൽ കേഴ്സർ എന്ന് പറയാം. PP2 റുട്ടീൻ എന്ന് പറയുമ്പോൾ ഈ റുട്ടീനിലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. PP2 റുട്ടീൻ പ്രസ് ചെയ്യുന്നു. ഏതിലോട്ടാണ് വേണ്ടത്, ഇപ്പൊ എൻ്റെ ഇൻ കേസ് ഇതിലിപ്പോൾ 2 റുട്ടീൻ ഉണ്ട്, മെയിൻ ഉണ്ട്, പിക്ക് റുട്ടീൻ ഉണ്ട്. സോ എനിക്കിപ്പോൾ പിക്ക് റുട്ടീനിലോട്ടാണ് കേഴ്സർ വിളിക്കേണ്ടത്, സോറി പ്രോഗ്രാം പോയിന്റർ വിളിക്കേണ്ടത്. സോ ഞാൻ പിക്ക് റുട്ടീൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുക.
ഇവിടെ എനിക്ക് പ്രോഗ്രാം പോയിന്റർ എൻ്റെ ഇവിടെ വിസിബിൾ ആയി. ഞാൻ ഇനി എന്ത് ചെയ്യുന്നു, ഈ ലൈൻ സെലക്ട് ചെയ്യുന്നു, ആഡ് ഇൻസ്ട്രക്ഷൻ സെലക്ട് ചെയ്യുന്നു. ആദ്യത്തെ എൻ്റെ ഈ ഒരു പോയിന്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു, മൂവ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? സോ എൻ്റെ ആദ്യത്തെ ലൈൻ ഇവിടെ സെലക്ട് ആയി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ റോബോട്ട് ജോഗ് ചെയ്യുന്നു. എനേബിൾ പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടോ മോട്ടോർ ഓൺ ആയാൽ മാത്രമേ നിങ്ങൾക്ക് റോബോട്ട് ജോഗ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റോബോട്ട് ജോഗ് ചെയ്യുന്നു. എൻ്റെ റോബോട്ടിന്റെ മോഷൻ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു ഇത് പിക്ക് ചെയ്യാൻ പോകുന്നതിന്റെ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ലൈൻ ആഡ് ചെയ്യുന്നു, മൂവ് എന്ന് പറഞ്ഞിട്ട് ബിലോ ആഡ് ചെയ്യുന്നു. അതെന്റെ ഈ പോയിന്റ്. ഓക്കെ, ഞാൻ ഈ പിക്ക് ചെയ്യുന്ന ഒരു പൊസിഷൻ ആഡ് ചെയ്യുന്നു, മൂവ്. ഓക്കെ, ഇതിപ്പോ ഞാൻ തൽക്കാലം എല്ലാം മൂവ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവെല്ലും ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, മൂവ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി എനിക്ക് എന്ത് വേണം, ഇത് വീണ്ടും പിക്ക് ചെയ്തതിന് ശേഷം മേലോട്ട് പോകണം അല്ലെ? സോ എന്റെ പിക്ക് ചെയ്ത പിക്കിന്റെ സേവ് പൊസിഷൻ ഏതാ, ഇതല്ലേ? സോ ഇത് സെലക്ട് ചെയ്യുന്നു, ഡിബഗിലോട്ട് പോകുന്നു, സോറി എഡിറ്റിലോട്ട് പോകുന്നു, കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. കണ്ടോ, ആ പോയിന്റ് ഇവിടെ താഴെ വന്നു. ഇനി എന്ത് വേണം, എനിക്ക് എന്റെ തുടങ്ങിയ പൊസിഷനിലോട്ട് പോകണം. കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. സോ അതിവിടെ ആഡ് ആയി. ഓക്കെ, സോ ഇപ്പൊ ഈ ഇവിടെ ആസ്ട്രിക് സിമ്പിൾസ് കണ്ടോ, ഇതാണ് എന്റെ റോപ്പ് ടാർഗറ്റ്. സോ ഇതിപ്പോ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ, അയ്യോ ഇതേതാണ് പോയിന്റ്, ഇതേതാണ് പോയിന്റ് എന്നല്ല. സോ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ABB നമുക്ക് ഇത് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഓരോ പേര് നമുക്ക് തന്നെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ആസ്ട്രിക് സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. ഇതിലും ആസ്ട്രിക് സെലക്ട് ചെയ്യുക. ഡാറ്റയുടെ അവിടെ ഉണ്ടോ, ന്യൂ സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഈ P10 എന്നുള്ളത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ആദ്യം ചെയ്യുന്നു, ഹോം എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നു. ഹോം പൊസിഷൻ ഡിക്ലെയർ ചെയ്യുന്നു. ഇത് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആണ്. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് ഏത് മൊഡ്യൂളിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഏത് റൊട്ടീനിലും ഇത് വർക്ക് ആവും. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു റൊട്ടീനിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഓക്കെ, സ്റ്റോറേജ് ടൈപ്പ് ഞാൻ പറഞ്ഞു, നമുക്ക് പെർസിസ്റ്റന്റ് വേണമെങ്കിൽ പെർസിസ്റ്റന്റ്, കോൺസ്റ്റന്റ് വേണമെങ്കിൽ കോൺസ്റ്റന്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഡ്രോപ്പ് ടാർഗറ്റിന് ടാസ്ക് ഏത് ടാസ്കിലാണ് ഇത് ഡിക്ലെയർ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നു, മൊഡ്യൂൾ കാണിക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ ഹോം പൊസിഷനിലോട്ട് വരുന്നു. ഓക്കെ, സോ അഗൈൻ ഞാൻ എൻ്റെ രണ്ടാമത്തെ പോയിന്റ് സെലക്ട് ചെയ്യാണ്, ന്യൂ പ്രസ് ചെയ്യുന്നു, പേര് മാറ്റി പിക് സേഫ് എന്ന് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, ലൈക്ക് വൈസ് ഇതുപോലെ നിങ്ങളുടെ ഓരോ പോയിന്റിനും നിങ്ങൾക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള പേരുകൾ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ എല്ലാത്തിനും പേര് ചേഞ്ച് ചെയ്യാൻ പോകണേ. സോ കണ്ടോ, ഇപ്പൊ നമുക്ക് ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഹോം പൊസിഷനിലോട്ടുള്ള പോയിന്റ് ആണ്. മൂവ് എന്ന് പറയുന്നത് പിക്കാണ്. ഓക്കെ കണ്ടോ, ഇങ്ങനെ നമുക്ക് വേർതിരിച്ച്, അതായത് തെറ്റിപ്പോകാതെ കൺഫ്യൂഷൻ ഇല്ലാതെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആസ്ട്രിക്കിന്റെ അവിടെ നമ്മൾ റോപ്പ് ടാർഗറ്റുകൾ നെയിമിംഗ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനിയാണ് ഒരു റൊട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കണ്ടേ. റൺ ചെയ്ത് നോക്കണമെങ്കിൽ പിന്നെ കറന്റ് എന്റെ മോട്ടറിന്റെ സ്റ്റാറ്റസ് നോക്കുക. ഓക്കെ, മാനുവൽ മോഡിലാണ്, ഗാർഡ് സ്റ്റോപ്പിലാണ്, അതായത് എന്റെ ഡെഡ്മൻ സ്വിച്ച് നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ല. അപ്പൊ അത് ഇവിടെ പോയി എനേബിൾ പ്രസ് ചെയ്യാം. സോ മോട്ടർ ഓൺ ആയി. സോ ഇനി നമുക്ക് പ്ലേ പ്രസ് ചെയ്ത് എന്തുണ്ടായിരിക്കും, ഇതെല്ലാം റൺ ചെയ്ത് പോകും. ഓക്കെ, കണ്ടിന്യൂസ്ലി റൺ ചെയ്യും. ഞാൻ പക്ഷെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ആണ് പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ കേഴ്സർ എന്റെ ഫസ്റ്റ് ലൈനിൽ വെക്കുന്നു. ഇവിടെ ഡീബഗിൽ പോകുന്നു. PP2 കേഴ്സർ പ്രസ് ചെയ്യുമ്പോൾ എന്തായി, എന്റെ കേഴ്സർ പ്രോഗ്രാം പോയിന്റർ ഫസ്റ്റ് ലൈനിലോട്ട് വന്നു. ഓക്കെ, കേഴ്സർ എവിടെയാണോ അവിടെയോട്ട് വന്നു. മനസ്സിലായില്ലേ? സോ ഇനി ഇവിടെ നിന്നായിരിക്കും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. സോ ഇങ്ങനെ എനേബിൾ പ്രസ് ചെയ്തു. ഇനി സ്റ്റെപ്പ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മുടെ പിക്ക് സേവിലോട്ട് റോബോട്ട് പോകുന്നു. പിക്കിലോട്ട് പോകുന്നു. പിക്ക് സേവ് പൊസിഷനിലോട്ട് വരുന്നു. അഗൈൻ അത് ഹോം പൊസിഷനിലോട്ട് പോയി നിൽക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി എനിക്കിത് ഓട്ടോ മോഡിൽ റൺ ചെയ്ത് നോക്കണം. സോ അത് നമ്മൾ എങ്ങനെ നോക്കും? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഡയറക്റ്റ്ലി നമുക്ക് ഓട്ടോ മോഡിൽ ഇട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഓട്ടോ മോഡിൽ ഇടുന്നു. ഇവിടെ ചോദിക്കും ഓട്ടോ മോഡ് ഹാസ് ബീൻ ഡിക്ലെയർഡ്, അക്നോളജ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, PP2 മെയിൻ പ്രസ് ചെയ്യുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു, എന്റെ കോഡുകളൊന്നും കാണായ. സോ ABBയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് മൊഡ്യൂൾ 1ഉം അതുപോലെ തന്നെ പ്രൊസീജിയർ മെയിനും ഇൻബിൽഡ് ആണ് അല്ലെ? സോ എന്തെല്ലാം പ്രോഗ്രാംസോ എന്തെല്ലാം റൂട്ടീൻസോ നമ്മൾ ക്രിയേറ്റ് ചെയ്താലും അത് നമുക്ക് എന്ത് ചെയ്യണം, പ്രൊസീജിയർ മെയിനിൽ ഡിക്ലെയർ ചെയ്യണം.
ഓക്കെ. എന്നാൽ മാത്രമേ ആ ഒരു റുട്ടീൻ ഓട്ടോ മോഡിൽ റൺ ചെയ്യുള്ളൂ. സോ അതിനെ ആദ്യം നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം മാനുവൽ മോഡിൽ സെലക്ട് ചെയ്യുക. അഗെയിൻ പ്രോഗ്രാം എഡിറ്ററിലോട്ട് പോവുക. പ്രോഗ്രാം എഡിറ്ററിലോട്ട് പോയാൽ ഓൾറെഡി ഇപ്പോൾ പ്രൊസീജിയർ മെയിനോട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾ സെലക്ട് ചെയ്യുക. മൊഡ്യൂൾ 1 സെലക്ട് ചെയ്ത് ഷോ മൊഡ്യൂൾ കൊടുക്കുക. റുട്ടീൻ സെലക്ട് ചെയ്യുക. മെയിൻ റുട്ടീൻ. ഓക്കെ, ഷോ റുട്ടീൻ കൊടുക്കുക. സോ ഇപ്പോൾ പ്രോഗ്രാം പോയിന്റ് എൻ്റെ ഈ മെയിൻ റുട്ടീൻ്റെ ഉള്ളിലുണ്ട്. സോ ഇതിലോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജിയർ കോൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഓട്ടോ മോഡിൽ ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ആഡ് ഇൻസ്ട്രക്ഷനിലോട്ട് പോവുക, പ്രൊസീജിയർ കോൾ പ്രസ് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പ്രൊസീജിയറും കൂടെ വിസിബിൾ ആയിരിക്കും. ഞാൻ എന്തെന്നു എൻ്റെ പിക് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു ബിലോ. സോ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചു, എൻ്റെ പിക് റൂട്ടീൻ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ഞാനിത് ഓട്ടോ മോഡിലിട്ട് കാണിച്ചു തരാം. ഓട്ടോയിൽ പോവുക, ഓട്ടോ സെലക്ട് ചെയ്തു, ഓക്കെ. സോ ഇപ്പോൾ കണ്ടോ, എൻ്റെ പ്രോഗ്രാം അടങ്ങുന്ന റുട്ടീൻ ഇവിടെ വിസിബിൾ ആയി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, മോട്ടർ ഓൺ ചെയ്യുന്നു. ഓട്ടോ മോഡിൽ എങ്ങനെയാണ് മോട്ടർ ഓൺ ചെയ്യുക, അഗൈൻ കൺട്രോളർ ടാബിലോട്ട് പോവുക. ഇവിടെ ഈ ഒരു മോട്ടറിന്റെ സ്വിച്ച് കണ്ടോ, അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആയി. ഇവിടെ നമുക്ക് റെഡ് സ്വിച്ച് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ പ്ലേ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓട്ടോ മോഡിൽ ഇത് റൺ ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് നിങ്ങളൊരു ടീച്ച് ഡിപെൻഡന്റ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാനൊരു സാമ്പിൾ ഒരു പ്രോഗ്രാം അവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ഇതേപോലെ നിങ്ങൾക്ക് പിക്ക്, പ്ലേസ്, ലോജിക്ക് എത്ര വേണമെങ്കിലും റുട്ടീൻസ് ക്രിയേറ്റ് ചെയ്യാം. പിക്കിന് വേണ്ടിയിട്ട് ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക, പ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക, ഹോം പൊസിഷന് വേണ്ടിയിട്ട് ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ലോജിക്സ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതെല്ലാം നമ്മുടെ മൊഡ്യൂൾ 1 പ്രൊസീജിയർ മെയിനിലോട്ട് കോൾ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പാർട്ടിൽ നമ്മളിത് റോബോ സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.